പിള്ളേരുടെ വെക്കേഷനും അമ്പലത്തിലെ പൂരവും ഒക്കെ കൂടിയായിട്ട് ആകെ റുട്ടീനൊക്കെ മാറിയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം വെക്കേഷൻ തുടങ്ങിയപ്പോൾ പിള്ളേരുടെ പോലെ ഞാനൊരു മടിയത്തിയായി മാറിയിട്ടോ. പിന്നെ എഡിറ്റിംഗ് കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം കുറച്ചൊരു ബിസിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഓരോ സെലിബ്രേഷൻസ് ഒക്കെ കൂടെ കയറി വരുന്നതുകൊണ്ട്. അപ്പോൾ കാലത്ത് അമ്പലത്തിലൊക്കെ പോയി തൊഴുത് വന്ന് പച്ചക്കറിയൊക്കെ പോയി മേടിച്ചു. വന്നപ്പോൾ പിള്ളേരൊക്കെ നല്ല ഉറക്കമാണ്. ആദ്യമൊന്നും എണീറ്റിട്ട് പോലുമില്ല. ആദ്യം പിന്നെ എണീക്കും. മാമിയൊന്നും എണീക്കുന്നതിനെ പറ്റി അവൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെ അതൊക്കെ വീട്ടിലത്തെ പണികളൊക്കെ ഒതുക്കി കഴിഞ്ഞാൽ ഞാനും അമ്മയും കൂടെ ടൗണിൽ പോയിട്ടോ. അപ്പോൾ എൻ്റെ മുടി കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. എനിക്ക് ഹെയർ കളർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു മൂഡ് ഓഫ് ഉണ്ടെങ്കിലൊക്കെ ഞാൻ പോയി ഹെയർ കളർ ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതിപ്പോൾ മൂന്നാമത്തെ ടൈമാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്കെന്തോ മറ്റേ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാനായിട്ടൊരു ധൈര്യമില്ല. പക്ഷേ ഇതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് ചേരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം അബ്ജയുടെ സമ്മതിക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു. അബ്ജയുടെ സമ്മതിച്ച പിന്നെ ഇത് ഞാൻ മൂന്നാമത്തെ തവണയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരൊന്ന് ഹെയർ സെറ്റ് ചെയ്ത് തരുമല്ലോ. അപ്പോൾ എനിക്കിത് ചേരുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആമിയുടെ അടുത്ത് ചോദിക്കണം. അപ്പോൾ ആമി പറഞ്ഞു അമ്മയ്ക്ക് ഇത് ചേരുന്നില്ല, അമ്മയ്ക്ക് കേളി ഹെയർ തന്നെയാണ് ഭംഗിയെന്ന് ആമി പറഞ്ഞേ. പക്ഷേ എനിക്കിപ്പോൾ വീഡിയോയിൽ കണ്ടപ്പോൾ വലിയ കുഴപ്പം തോന്നുന്നില്ല, രസമുണ്ട്. അപ്പോൾ എനിക്ക് ഒരു തവണയെങ്കിലും അതൊരു എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. മേ ബി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കുറച്ച് മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചു കിട്ടും. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് തന്നെ സ്കാർഫൊക്കെ കെട്ടിയിട്ടാണ് പോയത്. പക്ഷേ എനിക്ക് സ്കാർഫ് കെട്ടിയിടുന്നത് പറ്റണില്ല, മുഖത്ത് ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരുന്നുണ്ട്. പിന്നെ അവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഒരു ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചു. പിന്നെ എനിക്ക് തോന്നിയ മിൽക്ക് സർബത്ത് കുടിച്ചാൽ മതിയായിരുന്നു എന്ന്. പക്ഷേ അവൾ ഇതാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ മിൻറ്റിലായും പറഞ്ഞതാ. അത് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഓൺ കൊറിയോഗ്രാഫി ഡാൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.